നമസ്കാരം. പ്രധാന വാർത്തകൾ. കിണറ്റിൽ വീണ പൂച്ചയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ 5 കർഷകർ ശ്വാസം മുട്ടി മരിച്ചു. ഈ വേനലിലെ റെക്കോർഡ് ചൂട് പാലക്കാട് താപനില 45°C കടന്നു. മാസപ്പടി കേസ് കുരുക്കുമുറുക്കി ഇഡിയും. CMRL ഉദ്യോഗസ്ഥർക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശം. വാർത്തകൾ വിശദമായി. പൂച്ചയെ രക്ഷിക്കുന്നതിനിടെ കിണറിൽ വീണ് 5 പേർക്ക് ദാരുണാന്ത്യം. ഇന്നലെ വൈകിട്ടാണ് മഹാരാഷ്ട്രയിലെ അഹമ്മദ്നഗറിൽ ദാരുണ സംഭവം ഉണ്ടായത്. കിണറ്റിനുള്ളിലെ വിഷവാതകം ശ്വസിച്ച് 5 പേർ മരണപ്പെടുകയായിരുന്നു. ബന്ധുക്കളായ കർഷകരായിരുന്നു ഇവർ. 6 പേരാണ് കിണറ്റിലിറങ്ങിയത്. ചാണകവും കാർഷിക അവശിഷ്ടങ്ങളും ഉപേക്ഷിക്കപ്പെട്ട കിണറ്റിലാണ് വീണത്. അരയിൽ കയർ കെട്ടി ഇറങ്ങിയ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. പൂച്ചയെ രക്ഷപ്പെടുത്താൻ കിണറ്റിലിറങ്ങിയ ഓരോരുത്തരായി ബോധരഹിതരാവുകയായിരുന്നു. പൂച്ചയെ രക്ഷിക്കാൻ ഇറങ്ങിയ ആദ്യ ആൾ ബോധരഹിതനായതോടെയാണ് മറ്റുള്ളവരും കിണറ്റിലിറങ്ങിയത്. ഒരാളെ നാട്ടുകാരും അഗ്നിശമന ഉദ്യോഗസ്ഥരും ചേർന്ന് രക്ഷപ്പെടുത്തി. ഇയാൾ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. കനത്ത ചൂടിൽ പാലക്കാട് വെന്തുരുകുന്നതിനിടെ ഇന്നലെ രേഖപ്പെടുത്തിയത് റെക്കോർഡ് ചൂട്. 45.4°C ചൂടാണ് ഇന്നലെ കാഞ്ഞിരപ്പുഴയിൽ രേഖപ്പെടുത്തിയത്. പാലക്കാട് ജില്ലയിലെ ഓട്ടോമാറ്റിക് വിതർ സ്റ്റേഷനുകളിൽ ഭൂരിഭാഗത്തിലും 40°ക്ക് മുകളിലാണ് രാവിലെ 11 മണിക്ക് ശേഷം താപനില അനുഭവപ്പെടുന്നത്. ചൂടിനൊപ്പം വേനൽ മഴ മാറി നിൽക്കുന്നതും പാലക്കാട് ജീവിതം ദുസ്സഹമാക്കുകയാണ്. മാസപ്പടി കേസിൽ CMRL ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാനൊരുങ്ങി ഇഡി. നാളെ കൊച്ചിയിലെ ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. ഫിനാൻസ് ചുമതല വഹിച്ചവർക്കാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ തുടർച്ചയായി ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യേണ്ടി വരുമെന്നാണ് ഇഡി വൃത്തങ്ങൾ നൽകുന്ന സൂചന. കേസിൽ ആദായ നികുതി വകുപ്പ് ഉൾപ്പെടെ ഉദ്യോഗസ്ഥരിൽ നിന്ന് മൊഴിയെടുത്തിരുന്നു. സേവനത്തിനായി 1,75,00,000 എക്സോലോജിക്കിനും വീണ വിജയനും നൽകിയെന്നായിരുന്നു മൊഴി. എന്ത് സേവനമാണെന്ന് വിശദീകരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിരുന്നില്ല. ഏത് സേവനത്തിന് നൽകിയ പണമാണിതെന്നാണ് ഇഡി അന്വേഷണം നടക്കുന്നത്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.